ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം വ്യാഴാഴ്ച ആരംഭിക്കാനിരിക്കെ മത്സരത്തിന് വേദിയാകുന്ന ലോർഡ്സിലെ പിച്ചിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. പുല്ലുനിറഞ്ഞ പിച്ചാണ് ലോർഡ്സിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിലും ബാറ്റിങ്ങിനെ നന്നായി തുണയ്ക്കുന്ന ഫ്ലാറ്റ് പിച്ചുകളാണ് ഇംഗ്ലണ്ട് ഒരുക്കിയിരുന്നത്. ഇംഗ്ലണ്ടിന്റെ ബേസ്ബോൾ ശൈലിക്ക് ഉതകുന്ന തരത്തിലായിരുന്നു പിച്ചുകളുടെ നിർമ്മിതി. എന്നാൽ ലീഡ്സിലും പിന്നീട് എഡ്ജ് ബാസ്റ്റണിലും ഇന്ത്യൻ ബാറ്റിംഗ് നിര തിളങ്ങിയിരുന്നു. ലീഡ്സിൽ 2 ഇന്നിംഗ്സിലുമായി 5 സെഞ്ചുറികളാണ് ഇന്ത്യൻ ഇന്നിംഗ്സിൽ പിറന്നത്. എഡ്ജ് ബാസ്റ്റണിൽ ക്യാപ്റ്റൻ ഗിൽ 1-ാം ഇന്നിംഗ്സിൽ ഇരട്ട സെഞ്ചുറിയും 2-ാം ഇന്നിംഗ്സിൽ സെഞ്ചുറിയുമടക്കം 430 റൺസ് ഒറ്റയ്ക്ക് അടിച്ചെടുത്തിരുന്നു. ലീഡ്സിൽ ജയിക്കാനായെങ്കിലും എഡ്ജ് ബാസ്റ്റണിലെ തോൽവി ഇംഗ്ലണ്ട് ടീമിനെ പ്രതിരോധത്തിൽ ആക്കിയിരുന്നു. തോൽവിക്ക് പിന്നാലെ പിച്ചിനെ കുറ്റപ്പെടുത്തി ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ നിർണായകമായ ലോർഡ്സ് ടെസ്റ്റിൽ പച്ചപ്പ് നിറഞ്ഞ പിച്ച് ഒരുക്കിയിരിക്കുന്നത്. ലോർഡ്സ് ടെസ്റ്റിനായി ഇംഗ്ലണ്ട് ടീമിൽ വരുത്തിയ മാറ്റവും പിച്ചിന്റെ സ്വഭാവമറിഞ്ഞാണ്. മത്സരത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പുറത്തുവന്ന ദൃശ്യങ്ങളാണ് പിച്ച് പച്ചപ്പ് നിറഞ്ഞതാണ് എന്ന് വ്യക്തമാക്കുന്നത്. പിച്ച് നനയ്ക്കുന്നുമുണ്ട്. ഇതോടെ പേസും ബൗൺസും നിറഞ്ഞ പിച്ചാകും ലോർഡ്സിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് എന്ന് വ്യക്തമായി. ജോഫ്ര ആർച്ചറിനെയും ഗസ് ആറ്റ്കിൻസനെയും ഇംഗ്ലണ്ട് ടീമിൽ ഉൾപ്പെടുത്തിയതും പിച്ചിന്റെ സ്വഭാവമറിഞ്ഞാണ് എന്ന് വ്യക്തം.